ഞങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുകൊണ്ട് അവനെ സൈഡിൽ കൊണ്ടുപോയി പോലീസുകാർ അവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി വന്നു. അപ്പോൾ ഈ കുട്ടിയെ രണ്ടൊന്ന് പരാതിയൊക്കെ എഴുതി വാങ്ങിക്കാനായിട്ട് ഞാൻ പേപ്പർ കടലാസൊക്കെ കൊടുത്ത് അത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള കുറച്ച് പയ്യന്മാരുണ്ട്. അവന്മാർ വലിയ ബഹളമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ പെൺകുട്ടികൾ ഭയങ്കര സജീവമായിട്ട് നിന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവനെ കുറച്ച് എന്തൊക്കെ പോലീസുകാരൊക്കെ മനസ്സിലാക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവൾക്ക് ദേഷ്യം തീരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൻ എറണാകുളത്ത് ഹാൻഡ് ഓവർ ചെയ്ത് കേസെടുക്കണം, ഇതൊക്കെയാണ് പ്ലാൻ. അതിനനുസരിച്ച് നമ്മൾ കൺട്രോളിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്. ഇവൾ വിടുന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവനെ സൈഡിലിങ്ങനെ നിർത്തിയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഓടി വന്നിട്ട് കാല് മടക്കി അവൻ്റെ മർമ്മസ്ഥാനം നോക്കി ഒരൊറ്റ ചവിട്ട് ചവിട്ടി. അപ്പം ഞങ്ങൾ പറഞ്ഞ് കാല് പിടിച്ച് മാറ്റി വെച്ചു. അപ്പോൾ എന്നിട്ട് ഇവൻ അത്യാവശ്യം ആൾക്കാരെന്തൊക്കെ ഇവനെ കൈകാര്യം ചെയ്തു. അപ്പോഴത്തേക്കും ആകെ അവശനായി, മലയാളിയാണ്, ആകെ അവശനായി ഗതികെട്ട് തറയിൽ കിടന്ന് കാല് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും പറഞ്ഞു ഇവനെ ഇത്രയും കൈകാര്യം ചെയ്തല്ലേ, ഇവനെ ഒരിക്കലും ആവർത്തിക്കില്ല, ഇവനെ പറഞ്ഞു വിട്ടാലോ. അപ്പോഴത്തേക്ക് അവൻ്റെ സ്വാഭാവികമായിട്ടും ഞരമ്പ് രോഗികളുടെ പ്രശ്നമുണ്ടല്ലോ, അവർ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് വളരെ സറണ്ടറായി വീട്ടുകാരെക്കുറിച്ച് ആലോചിക്കും, മക്കളെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെയൊക്കെ ആലോചിച്ചും കാല് പിടിച്ചപ്പോൾ ആൾ പറഞ്ഞു അവനെ വിട്ടാലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ഉറപ്പിക്കാൻ, അവൻ ഈ ആയുസ്സിൽ ഒരു പെൺകുട്ടിയെയും ഉപദ്രവിക്കാനോ പെൺകുട്ടികളുള്ള ഭാഗത്ത് നോക്കാൻ പോലും പോകില്ല എന്ന് മനസ്സിലായി. അത്രയ്ക്ക് അവൻ്റെ കട്ടയും പിടം മടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവനെ വിട്ടാലോ എന്നൊക്കെ എല്ലാവരും ആലോചിച്ച് തുടങ്ങി. കാരണം ഈ പെൺകുട്ടികൾ തന്നെ കൈകാര്യം ചെയ്തൊരു പരുവമായിട്ടുണ്ട്. അപ്പോഴാണ് അവൾ പറയുന്ന ഒരാവശ്യം. അതാണ് എനിക്ക് ഭയങ്കര അത്ഭുതകരമായിട്ട്. ഇത്തരം സംഭവങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ ഓർമ്മിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവൾ പറയുന്നു പോലീസുകാരവനെ പിടിച്ച് സൈഡിലൊക്കെ മാറ്റി നിർത്തി ആരൊക്കെ എന്തൊക്കെ കൈകാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവനെ അതെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആരെങ്കിലുമൊക്കെ ചെറിയ നീതിയെങ്കിലും നടപ്പിലാക്കിയില്ലെങ്കിൽ ഇത് ലോകം എങ്ങനെ പോകും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പെൺകുട്ടി ശരി വിടണേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം എത്തുന്നതിന് മുമ്പ് തീരുമാനിക്കണം. അപ്പോഴത്തേക്ക് ഇവൾ പറയുകയാണ്, സാർ അവൻ്റെ അതേ പൊടുങ്ങുങ്കെ എന്ന്. സാർ അവൻ്റെ അതേ പൊടുങ്ങുങ്കെ, ഇതാണ് അവളുടെ ആവശ്യം. എന്ന് പറഞ്ഞാൽ ഈ സാധനമായിട്ട് ഇനി അവൻ ഒരു പരിപാടിക്ക് ഇറങ്ങരുത്, അത് പൊടുങ്ങി എടുത്ത് കളയണം.